നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛനൊരു കാര്യം ചെയ്, അമ്മ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്ക്. ചിലപ്പോ ഇത് മനസ്സിനെന്തെങ്കിലും പേടി തട്ടിയതായിരിക്കും. ആ നോക്കാം, 2 ദിവസം കൂടി നോക്കട്ടെ. മാറ്റമില്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അനുവിന്റെ ഓപ്പറേഷൻ നാളെ. എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടിപ്പോ സരസ്വതിയെ തനിച്ചാക്കി എങ്ങനെയാ ഞാൻ അങ്ങോട്ട് വരുന്നേ? അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശേഖരൻ സാറിന്റെ സഹായമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തില് അച്ഛൻ ഇവിടുത്തെ കാര്യം ഓർത്ത് വിഷമിക്കരുത്. ഞാനൊരു കാര്യം ചോദിച്ചാ നിനക്ക് വിഷമാവരുത്. കുട്ടികളെയും കൂട്ടി നിനക്കിവിടെ വന്ന് നിന്നൂടെ മോളെ? ഒരു പക്ഷേ നിന്നെ മക്കളെയും കാണുമ്പോ അമ്മയുടെ ഈ പരവേശവും മനമാറ്റവും ഒക്കെ മാറുകയും ചെയ്തേനെ. അത് ഇതിനിടയിൽ എങ്ങനെയാച്ചാ? അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ. നാളെ അനന്യയുടെ ഓപ്പറേഷൻ അല്ലേ, പിന്നെ ദേവേട്ടന്റെ കേസിന്റെ വിചാരണയും നടക്കല്ലേ. ഉവ്, ഇപ്പൊ കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് മാറാൻ നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു ആഗ്രഹം പറഞ്ഞെന്നേ ഉള്ളൂ. സാരമില്ല, ഇപ്പൊ മോളുടെ സർജറി നടക്കട്ടെ. അത് കഴിഞ്ഞ് എന്താ വേണ്ടത് നമുക്ക് ആലോചിച്ച് ചെയ്യാം. കേസിന്റെ വിധി എന്താണെന്ന് അറിഞ്ഞ് സർജറിയും കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വരാച്ചാ. മതി മതി, ആദ്യം അവളുടെ സർജറി കഴിയട്ടെ. പിന്നെ കേസിന്റെ വിചാരണയെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ ആവണ്ട കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പറമ്പിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. 1-2 പേരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേണ്ടച്ചാ, തറവാടിന്റെ ഭാഗമൊന്നും ഇപ്പൊ വിൽക്കണ്ട. കേസ് നടത്താൻ ആവശ്യമായ പണമൊക്കെ ശേഖരൻ സാർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ കടങ്ങളൊക്കെ എപ്പോഴെങ്കിലും വീട്ടണമല്ലോ. ഇനിയിപ്പോ ഇവിടെ ഇതെല്ലാം കൂടി എന്തിനാ? ആരെ ഇതൊക്കെ നോക്കി നടത്താൻ? എന്നാ ശരി, മക്കളോട് എന്റെ അന്വേഷണം പറഞ്ഞു കേട്ടോ. ശരി അച്ഛാ.